ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇത് നമ്മുടെ ക്യുഎൻഎ ആണ്. അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്രാവശ്യം ഞാൻ ഷോർട്ട് ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വന്നതാണ് ഫേസ് ഐസിങ്ങിനെ പറ്റിയിട്ടും പിന്നെ നമ്മുടെ സ്റ്റീമിങ്ങിനെ പറ്റിയും. അപ്പോൾ ഈ രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞുതരാം. ഫേസ് ഐസിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനകത്ത് ഐസ് ക്യൂബ്സ് റബ്ബ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മളൊരു ബോളിൽ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അതിനകത്തോട്ട് മുഖം മുക്കി വെക്കുന്ന ഈ രണ്ട് മൂന്ന് സാധനങ്ങളെയാണ് നമ്മൾ ഫേസ് ഐസിങ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നല്ല ഫേസിൽ പഫിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ കോൾഡ് കൊടുക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് അത് സത്യം അതാണ്. പക്ഷേ ആരും ഡയറക്റ്റ് ആയിട്ട് ഐസ് ക്യൂബ്സ് നമ്മുടെ ഫേസിലോട്ട് വെക്കരുത്. അതിനകത്ത് ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഭയങ്കര ചൂടുള്ള സാധനത്തിൽ കൈ വയ്ക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളൂലേ, അതുപോലെ നമുക്ക് തണുപ്പും നമ്മുടെ സ്കിന്നിൽ പൊള്ളൽ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കോൾ ബൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് കൈ മുറിയുന്ന അല്ലെങ്കിൽ ഒരു പൊള്ളൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവും. അപ്പോൾ അത് ചൂടിന് മാത്രമല്ല തണുപ്പ് കാരണം നമുക്ക് പൊള്ളൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നല്ല 0°C ഐസ് ക്യൂബ്സ് നമുക്ക് ഫേസിൽ റബ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ഒരു പൊള്ളൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവും. പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവർക്കും ഫേസ് ഐസ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്ലോ കിട്ടും എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഫേസ് ഐസ് ചെയ്ത് എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളാവും. ഈ ഫേസ് ഐസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ സ്റ്റിൽ അതൊരു നല്ല പ്രൊസീജിയർ അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് പകരം നമുക്ക് ഫേസ് ഐസിങ്, പക്ഷെ നമുക്ക് തണുപ്പ് കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ ഞാനൊക്കെ പേഴ്സണലായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൽ നല്ല ക്ലീൻ ടവൽ മുക്കിയിട്ട് മുഖത്ത് വെക്കും. അതൊരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. അതിപ്പം എല്ലാ ദിവസവും ഞാൻ ചെയ്യത്തില്ല. ചില ദിവസങ്ങൾ രാത്രി കിടന്നിട്ട് രാവിലെ നല്ല ടയേർഡായിട്ട് എണീക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാതെയൊക്കെ വരുന്നത് എക്സ്പെഷ്യലി നടക്കാറുള്ളതൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ള കല്യാണങ്ങളൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് രാത്രി വന്ന് കിടന്നിട്ട് രാവിലെ എണീച്ച് വേറെ എന്തെങ്കിലും പോകേണ്ട ദിവസങ്ങൾ, അങ്ങനെ ടയേർഡ്നെസ് ഉള്ള ദിവസങ്ങളിൽ മാത്രം ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് തണുത്ത ഐസ് വെള്ളം എടുത്തിട്ട് അത് കോട്ടൺ ടവലിൽ വെച്ചിട്ട് മുഖത്ത് വെക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന്റെ പഫിനെസ് ഒക്കെ മാറ്റാനാണെങ്കിൽ ചില ആൾക്കാർക്ക് പഫിനെസ് ഒക്കെ വരാറുണ്ട്. കണ്ണിന്റെ ഉറങ്ങി എണീക്കുമ്പോൾ ഫേസിൽ ബ്ലഡ് മാത്രമല്ലാണ്ട് വേറെ ഫ്ലൂയിഡ്സ് ഉണ്ടല്ലോ, അത് കാരണം ഉണ്ടാകുന്ന ഒരു ഫ്ലോ കാരണം ഉണ്ടാകുന്നതാണ് സംഭവം. നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ ഉറങ്ങുന്ന കാരണം ഒരു ചില പർട്ടിക്കുലർ സ്പേസുകളിൽ അതിങ്ങനെ കുറെ കൂടി കിടക്കും. അത് ആ ഒരു തടുപ്പ് വരുന്നത്. അത് മാറ്റാനായിട്ട് നമുക്ക് ഒരു ചെറിയ തണുത്ത എന്തെങ്കിലും വെച്ചിട്ട് മസാജ് ചെയ്ത് നല്ലതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പൂണൊക്കെ നമ്മൾ സാധാരണ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്പൂൺ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് അതെടുത്ത് കണ്ണിൽ അവിടെ വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വേണം തന്നെ യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് ഐസ് റോളോൺസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് അതെടുത്തതിന് ശേഷം ആ തണുത്ത ഐസ് ഡയറക്റ്റ് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാതെ ഏതെങ്കിലും ഒരു കോട്ടൺ ടവൽ അതിൻ്റെ മുകളിൽ കോട്ടൺ ടവലോ എന്തെങ്കിലും ഒരു ടവൽ എടുത്തിട്ട്, പക്ഷെ ഈ കുറച്ച് കട്ടി കുറഞ്ഞ തുണിയല്ല, കുറച്ച് കട്ടി കൂടിയ തുണി, എന്നാൽ നമുക്ക് തണുപ്പ് കിട്ടുകയും വേണം, എന്നാൽ ഒരുപാട് തണുപ്പ് കിട്ടാനും പാടില്ലാത്ത ടൈപ്പ് തുണി ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് അത് മുകളിൽ വെച്ചിട്ട് അത് വെച്ച് കവർ ചെയ്തിട്ട് റബ്ബ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് മോക്കുരൊക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാർ എൻ്റെ മോക്കുരു മാറാനൊക്കെ അത് ഫേസ് ഐസിങ് ഹെൽപ്പ് ചെയ്യുന്നു. സംഭവം നല്ലതാണ്. ബാക്ടീരിയക്കൊക്കെ തണുപ്പ് കാരണം കൊല്ലാനൊക്കെ നല്ലതാണ്. പക്ഷെ ഇങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഇറിറ്റേഷൻസ് മാറ്റും. അതൊന്ന് ഫേസ് ഐസിങ്. രണ്ട് നമ്മുടെ ഫേസ് സ്റ്റീമിങ്. ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്ത വീക്കിലി സ്കിൻ കെയർ കൂടെ ആയിരിക്കും. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ വൈകിട്ട് ട്യൂഷനൊക്കെ ഉള്ള സമയത്ത് ട്യൂഷനൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുളിക്കുന്നതിന് മുന്നേ മുഖത്ത് നന്നായിട്ട് സ്റ്റീം ചെയ്യും. ഒരു 1/2 മണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കും. ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. പണ്ട് ചെയ്തിട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ കമന്റ് ബോക്സ് പറയണേ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ചൂട് നമ്മുടെ ഫേസിലോട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ ഓയിലി സ്കിൻ, മിക്കവാറും നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലുള്ള ആൾക്കാർക്കൊക്കെ ഓയിലി സ്കിൻകായിരിക്കും, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓയിൽനെസ് കാരണം നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആ ചൂട് കാരണം നമ്മുടെ പോസിന് എന്തോ വാതിലുണ്ട്, ആ വാതിൽ തുറന്ന് അവർ പുറത്തോട്ട് വരും, അല്ലെങ്കിൽ നമ്മളൊന്ന് പിടിച്ച് എടുത്ത് കളയണം. അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണ കാരണമാണ് നമ്മൾ ഈ സ്റ്റീമിങ് ചെയ്യുന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പോസിന് അങ്ങനെ ഓപ്പൺ ആക്കാനൊന്നും പറ്റത്തില്ല. ഒരു ചൂട് കിട്ടുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് വലിയും, ഒന്ന് അകലുമ്പോഴത്തേക്ക് റിലാക്സ് ആകുമ്പോഴത്തേക്ക് ആ റിലാക്സേഷൻ കാരണം നമ്മുടെ ആ ഒരു പോസ് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒന്ന് പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കളയുന്നതാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവും. ഐസ് കൊടുക്കുമ്പോൾ എങ്ങനെ ഡ്രൈ ആവുന്നു അതുപോലെ തന്നെ ഓവറായിട്ട് ഹീറ്റ് കൊടുക്കുമ്പോഴും
സ്കിൻ ഡ്രൈ ആവും. ഈ ഡ്രൈനെസ് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്താൽ അത് അനാവശ്യമായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യും. സ്കിന്ന് ഒരുപാട് ഡ്രൈ ആയിട്ട് ഫ്ലേക്കിനെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല നമ്മൾ 30 മിനിറ്റ്സ് കണ്ടിന്യൂസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. ഞാൻ പറയും നിങ്ങൾ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ജസ്റ്റ് സ്റ്റീം ചെയ്യുക. അതും 3 മിനിറ്റ് 4 മിനിറ്റ്സ് മാക്സിമം. പക്ഷെ നമുക്ക് സ്റ്റീമിങ് നല്ലതാണ്. ഇപ്പൊ ജലദോഷമൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ മരുന്നിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്തില്ല, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ സ്കിൻ കെയർ ആയിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ റെഗുലർ ആയിട്ട് സ്റ്റീം ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതല്ലാത്തത്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ പക്ഷെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നമുക്ക്, കാരണം പിന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്താണ് എക്സ്ട്രാക്ഷൻസ് എന്ന് പോലും അറിഞ്ഞുകൂടാ. നമുക്കൊക്കെ കടയിൽ എക്സ്ട്രാക്ടിങ് ടൂൾസ് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ എക്സ്ട്രാക്ടിങ് ടൂൾസ് കിട്ടും, അതെടുക്കും, കുത്തി അങ്ങ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതൊക്കെ കൊണ്ടാണ് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അതിനേക്കാളും ഒക്കെ നല്ലത് ഇപ്പൊ നിങ്ങളൊരു 18 വയസ്സിന് താഴോട്ടുള്ള ആൾക്കാരാണെങ്കിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നൈറ്റ് മാത്രം യൂസ് ചെയ്ത് ഒന്ന് കൺട്രോൾ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഓവറായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഡയറക്റ്റ് ഡോക്ടറിന്റെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാൻ, അവർ സൊല്യൂഷൻ പറഞ്ഞു തരും. 18 ഇയേഴ്സിനൊക്കെ എബോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സാലിസിലിക് ആസിഡ് സിറം നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. അതും ഡെയിലി യൂസ് ചെയ്യരുത്. 1-2 ദിവസം ആഴ്ചയിൽ നൈറ്റ്ലി യൂസ് ചെയ്യുക. യൂസ് ചെയ്ത ദിവസം വിറ്റാമിൻ സി സെറം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് സെറം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനും പാടില്ല. ഇനി നിങ്ങൾ 24 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ സെറമോ പിന്നെ ആഴ്ച 4 ദിവസം റെറ്റിനോൾ സെറവും പിന്നെ ആഴ്ച 2 ദിവസം സാലിസിലിക് ആസിഡ് സെറം ഒക്കെ നൈറ്റ്ലി യൂസ് ചെയ്യുക. റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ദിവസം നിങ്ങൾ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സാലിസിലിക് ആസിഡും റെറ്റിനോളും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാനും പാടില്ല. പിന്നെ വേറെ ഏതെങ്കിലും AHA BHA ടോണോസ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും റെറ്റിനോൾ ഉപയോഗിക്കുന്ന ദിവസം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറും. നമ്മൾ തണുപ്പ് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജിൽ വരുന്ന പ്രശ്നം, അതിന് നമ്മൾ കൂൾ സ്പൂൺ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മാറും. അതല്ല നിങ്ങൾക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ്സോ അങ്ങനെ എന്തെങ്കിലുമാണ് പ്രശ്നമെങ്കിൽ, അത് ഹെറിഡിറ്ററി അല്ലാന്നുണ്ടെങ്കിൽ, മെഡിക്കേഷൻ കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു അണ്ടർ ഐ ക്രീംസ് ഏതെങ്കിലും നല്ല വിറ്റാമിൻ സിയോ പെപ്റ്റൈഡ്സോ അല്ലെങ്കിൽ റെറ്റിനോളോ ഒക്കെ അടങ്ങിയ അണ്ടർ ഐ ക്രീംസ്, നിയാസിനമൈഡ്, കോജിക് ആസിഡ് അങ്ങനെയൊക്കെ ഏതെങ്കിലും അടങ്ങിയ അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അത്രയാണ് കാര്യം. പിന്നെ അടുത്ത എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്റ്റീം അല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റീം ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ സ്റ്റീമിങ് ഇഷ്ടമാണ്, റിലാക്സേഷൻ ഒക്കെ സ്റ്റീമിങ് ഇഷ്ടമാണെങ്കിൽ ചൂടുവെള്ളമില്ലേ, ചൂടുവെള്ളം നേരത്തെ നമ്മൾ ഐസ് പറഞ്ഞ പോലെ ബൗളിൽ എടുത്തിട്ട് നമ്മൾ സാധാരണ കോട്ടൺ ടവൽ എടുക്കുക, അത് മൂക്കിൽ വെച്ചിട്ട് നമുക്ക് പക്ഷെ എക്സ്ട്രാക്ഷൻ പ്രോപ്പറായിട്ട് കുറച്ചൊക്കെ എക്സ്ട്രാക്ഷൻ നന്നായിട്ട് സ്കിന്നിന് അധികം ട്രോമയൊന്നും കൊടുക്കാതെ മുറിവൊന്നും കൊടുക്കാതെ എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മൾ സ്കിൻ ഐസിങ്ങും സ്റ്റീമിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യണ്ട എന്ന് പറയുന്നതിന്റെ കാരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്റെ മുഖത്ത് മോക്കുരുവിന്റെ പാടുണ്ട്, പിമ്പിൾസിന്റെ പിന്നെ ചിക്കൻ ബോക്സിന്റെ ഒക്കെ പാടുണ്ട്, ഇത് എങ്ങനെ മാറ്റും? ഈ ചിക്കൻ ബോക്സിന്റെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിക്കുന്നതിന് അപ്പോഴൊക്കെ ഞാൻ പറയുന്നതാണ്, ഒരു കാര്യം മനസ്സിലാവുക, ഈ ചിക്കൻ ബോക്സിന്റെ പാട് അല്ലെങ്കിൽ മോക്കുരുവിന്റെ പാട് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻക്ലീനിങ് ട്രീറ്റ്മെന്റിലോട്ടൊക്കെ പോകണം, ലേസർ അല്ലെങ്കിൽ CO2 ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ പോകണം. അതിനെ പറ്റില്ല. ഞാൻ ട്രോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന ക്രീമുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു മുറിപ്പാട് വന്നു കഴിഞ്ഞാൽ, അത് കുഴി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് അവിടെ ഒരു എന്താ പറയുന്നത്, ഒരു സ്കിന്നിന്റെ ഒരു സാധനമല്ലോ, അവിടെ ഒരു ഹോള് വന്ന് സ്കിൻ അങ്ങനെ ആയിക്കഴിഞ്ഞു. അപ്പൊ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എന്ത് ക്രീം യൂസ് ചെയ്താലും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പറയത്തില്ല സ്ട്രെച്ച് മാർക്സിന് ഇന്റൻസിറ്റി കുറയ്ക്കാനേ പറ്റും, സ്ട്രെച്ച് മാർക്സ് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ ചിക്കൻ ബോക്സിന്റെ പാട്, മോക്കുരു പൊട്ടിച്ചതിന്റെ ഒക്കെ പാട്, പിറ്റഡ് സ്കാർ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ റെറ്റിനോൾ സിറം സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെപ്റ്റൈഡ്സും റെറ്റിനോൾസും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ഒരു 3% ഒക്കെ നമുക്ക് ആ ഇന്റൻസിറ്റി കുറയ്ക്കാം. അല്ലാണ്ട് വലിയ എക്സ്ട്രീം ചേഞ്ചസ് ഒന്നും അതിനകത്ത് നിങ്ങൾക്ക് വരാൻ പോണില്ല. എനിക്കറിയാം എങ്ങനെ മാറില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ മാറുന്ന സ്ഥലത്ത് പോകണം, അങ്ങനെയല്ല. ഞാൻ സത്യമായിട്ട് പറയുന്നത്, നമുക്കൊരു ക്രീം യൂസ് ചെയ്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്കിന്നിലുള്ള സ്കാറുകൾ, മുറിപ്പാടുകൾ മാറ്റാൻ പറ്റത്തില്ല. പറ്റുമായിരുന്നെങ്കിൽ ഞാനിന്ന് എൻ്റെ പല സ്കാറുകളും ഞാൻ മാറ്റിയേനെ. എൻ്റെ മുഖത്തും ഉണ്ട്, ഞാൻ പണ്ട് കുരു പൊട്ടിച്ച് ചെറിയ പാടില്ല. ക്യാമറയിൽ ലൈറ്റിന് ഇത് കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്. എൻ്റെ ഇവിടെയൊക്കെ ഞാൻ പണ്ട് പൊട്ടിച്ചൊരു കുരുവിൻ്റെ ചെറിയ ഒരു ഓട്ടയുണ്ട്. ഓക്കെ, എനിവേസ് ഞാൻ അങ്ങോട്ട് പോണില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്കാറിങ് നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ
നമുക്ക് കുരു വന്നിട്ടുള്ള കറുത്ത പാടുകൾ മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ റെഡ് കളർ പാടുകൾ മാറ്റിയെടുക്കാം. എങ്ങനെ മാറ്റിയെടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ സ്കിൻ കെയറിലോട്ട് കോജിക് ആസിഡ് സിറമോ അല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ സിറമോ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അതിന്റെ കൂടെ നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. കാര്യം എന്തെന്ന് വെച്ചാൽ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്ന സ്ഥലത്ത് വീണ്ടും സൺ ഡാമേജ് കാരണം ആ മെലാനിൻ പ്രൊഡക്ഷൻ കൂടി വരികയും നിങ്ങൾക്ക് അവിടെ കറുപ്പ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക, കോജിക് ആസിഡ് ആൽഫ ആർബിറ്റിനോ ഫോളോ അപ്പ് ചെയ്യാം. മോക്കുരു പൊട്ടിയിട്ട് അല്ലെങ്കിൽ മോക്കുരു വന്ന ശേഷം റെഡ് കളർ ആയിട്ടാണ് അവിടെ പാട് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അസലിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും മോക്കുരു വരുന്ന പാടും ചിക്കൻ ബോക്സിന്റെ പാടും പിന്നെ പക്കരയും. അടുത്ത വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എനിക്ക് വെയിലത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അപ്പോഴത്തേക്ക് എൻ്റെ മുഖം ചുമക്കുമെന്ന്. അതല്ലെങ്കിൽ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ മുഖം പെട്ടെന്ന് ഇറിറ്റേഷൻ ആവുന്നു. 2 റീസൺസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ വെള്ളത്തിലോട്ട് നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം പെട്ടെന്ന് ചുമക്കാൻ കാരണം റൊസേഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് നമ്മുടെ സൺലൈറ്റിലുള്ള യു വി റേസുമായിട്ട് നമ്മുടെ സ്കിൻ ചിലപ്പോൾ പറ്റത്തില്ല. അപ്പൊ റൊസേഷ്യൻ, നിങ്ങൾക്ക് റൊസേഷ്യ ഉണ്ടെങ്കിൽ അസലിക് ആസിഡ് യൂസ് ചെയ്തും പിന്നെ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കും. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഇന്റൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാൻ ഒരിക്കലും മറക്കരുത്. കാരണം റൊസേഷ്യ ആണോ എന്ന് കൺഫേം ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾക്ക് റെഡ്നെസ് വരണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുള്ളതുകൊണ്ടായിരിക്കും. അതേ റീസൺ ആയിരിക്കും വെള്ളം തൊടുമ്പോഴത്തേക്ക് നമുക്ക് മുഖത്ത് എരിച്ചിൽ പെട്ടെന്ന് വരുന്നത്. എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് വെള്ളം കൊണ്ട് മുഖം കഴുകാൻ പറ്റില്ല, അപ്പോഴേ സ്കിൻ നമ്മുടെ ഭയങ്കര ഇറിറ്റേഷൻ ആവും. അതിന് കാരണം നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ ഓവറായിട്ട് ഏതെങ്കിലും ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള, അതായത് BH അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയന്റ് ഒരുപാട് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിറ്റാമിൻ സി അതല്ലെങ്കിൽ റെറ്റിനോളൊക്കെ നിങ്ങൾ ഓവറായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷിൽ എന്തെങ്കിലും ആൽക്കഹോളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ഫിസിക്കൽ സ്ക്രബുകൾ നമ്മൾ സ്ക്രബ് ചെയ്യത്തില്ല അത് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ഇപ്പോൾ കുറെ കാലമായിട്ട് ഫേസ് വാഷില്ലേ, ഫേസ് വാഷിന്റെ കൂടെ ബ്രഷ് കിട്ടും, അതിട്ട് ഓവറായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്ന കാരണം രാവിലെയും വൈകിട്ടും ആഴ്ചയിൽ 7 ദിവസം. ഇതൊക്കെ കാരണം കൊണ്ട് നമ്മുടെ മുഖത്ത് സ്കിൻ ബാരിയർ ഡാമേജ് ആവും. നമ്മൾ വെള്ളം തൊട്ടപ്പോൾ, കാരണം സ്കിൻ മൊത്തം മുറിഞ്ഞിട്ടിരിക്കുകയാണ്, നമ്മുടെ ഒരു ലെയർ എക്സ്പോസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ നീറും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയുമ്പോൾ കോമഡി ആയിട്ട് തോന്നും, പക്ഷെ വാട്ടർ അലർജി അത് ഒരുപാട് പെൺകുട്ടികൾക്കും നമ്മുടെ നാട്ടിലോട്ട് കുറച്ചേ ഉള്ളൂ എങ്കിലും നല്ല രീതിയിൽ വാട്ടർ അലർജി ഗേൾസിന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹോർമോൺസ് കാരണം വാട്ടർ അലർജീസ് ഇപ്പൊ പെൺകുട്ടികളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതും ആവും. അപ്പൊ നിങ്ങൾക്ക് എക്സസീവ് ആയിട്ട് തോന്നുന്നെങ്കിൽ ഡോക്ടറിനെ കാണുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുക, സെറ്റാഫില് അല്ലെങ്കിൽ ഡോക്ടർ ഷേത്തിന്റെ സിൻഡെല്ലാസ് ഫേസ് വാഷ്, അതല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന് ഓട്സ് ക്ലെൻസർ, അങ്ങനെ ഏതെങ്കിലും ഡെർമക്കോടെ തന്നെ നിയാസിനമൈഡ് ക്ലെൻസർ, അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലെൻസർ എടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യുക. അത് നൈറ്റിൽ മാത്രം യൂസ് ചെയ്താലും മതി, മോർണിംഗിൽ യൂസ് ചെയ്യണം നിർബന്ധം തോന്നില്ല. എന്നിട്ട് നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ, സെറ്റാഫിന്റെ മോയ്സ്ചറൈസർ ഉണ്ട്, ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോയി കണ്ടിട്ട് ഏതെങ്കിലും ഒരു തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വാങ്ങിക്കുക. പിന്നെ നിങ്ങളൊരു ഫിസിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഏതാണ് ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെ ഉള്ള സൺസ്ക്രീനുകളില്ലേ അത് യൂസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫിസിക്കൽ സൺസ്ക്രീൻ അലർജി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ബട്ട് സ്റ്റിൽ കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അതാണ് ആ ഒരു റൊസേഷ്യയും നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജും കാരണം ഉണ്ടാകുന്ന റെഡ്നെസ് കാരണം ചെയ്യേണ്ടത്. അപ്പൊ ഇതായിരുന്നു ഈ ആഴ്ചത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി ഇതേപോലെ എന്തെങ്കിലും സ്കിൻ കെയർ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നോക്കുകയും ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സനിയും.